ഉണ്ണിയേശുവിന് ജന്മം നൽകാൻ സമയമായപ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തോടൊപ്പം വിശുദ്ധ യൗസേപ്പ് പിതാവ് സത്രത്തിൽ സ്ഥലം അന്വേഷിച്ചു. എന്നാൽ അവർക്ക് സത്രത്തിൽ സ്ഥലം ലഭിച്ചില്ല. പകരം കാലിത്തൊഴുത്താണ് ലഭിച്ചത്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ നാം ഇത് വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേകം പേരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം ഇതാണ്. അവർ ഒത്തിരി പരിശ്രമിച്ചു, ഒത്തിരി കഠിനാധ്വാനം ചെയ്തു. എന്നാൽ അവർ ആഗ്രഹിച്ചതുപോലെ അവർക്കൊരു വിജയം ലഭിച്ചില്ല. അവർ ആഗ്രഹിച്ചത് അവർക്ക് ലഭിച്ചില്ല. ഈ സാഹചര്യത്തിൽ പലരും ചെയ്യുന്ന കാര്യം എന്താണ്? നിരാശപ്പെട്ട്, ദുഃഖിച്ച്, തളർന്ന്, വഴി പറഞ്ഞ് പിറുപിറുത്തുകൊണ്ട് സ്വന്തം ജീവിതത്തെ താറുമാറാക്കി കളയുന്നു. എന്നാൽ പരിശുദ്ധ കന്യാമറിയം വിശുദ്ധ യൗസേപ്പ് പിതാവും ചെയ്ത കാര്യം എന്താണ്? അവർ സത്രം ആഗ്രഹിച്ചു, സത്രം അന്വേഷിച്ചു. പക്ഷേ ലഭിച്ചത് കാലിത്തൊഴുത്താണെങ്കിലും അവിടെ എന്താണ് സംഭവിച്ചത്? അവർ ദൈവകരങ്ങളിൽ നിന്ന് സന്തോഷത്തോടെ അത് സ്വീകരിച്ചുകൊണ്ട് ആ കാലിത്തൊഴുത്തിൻ്റെ അവസ്ഥയിലേക്ക്, ആ മൃഗീയ വാസനയുള്ള മൃഗസ്വഭാവമുള്ള കാലിത്തൊഴുത്തിലേക്ക് ദൈവപുത്രന് ജന്മം കൊടുക്കുകയാണ്. യേശു അവിടെ ജനിക്കുകയാണ്. യേശു ജനിച്ചപ്പോൾ ആ സ്ഥലം എന്തായി മാറി? യേശു ജനിച്ചപ്പോൾ ദൈവസാന്നിധ്യമുള്ളൊരു സ്ഥലമായി മാറി. അത് സ്വർഗീയ ഇടമായി മാറി. രണ്ടാമതായിട്ട് സംഭവിച്ചത് എന്താണ്? പൂജ രാജാക്കന്മാർ അവിടെ വരികയും പൊന്നും മീറായും കുന്തിരിക്കവും സമർപ്പിക്കുകയും ചെയ്തു. അതൊരു രാജകൊട്ടാരത്തിൻ്റെ അവസ്ഥയിലേക്ക് മാറി, രാജകൊട്ടാരമായി മാറി. മൂന്നാമത് സംഭവിച്ചത് രാജാക്കന്മാരും ആട്ടിടയന്മാരും എല്ലാവരും ചേർന്ന് ദൈവപുത്രനെ ആരാധിച്ചു. അത് ആരാധനയുടെ ഒരിടമായി മാറി, അതായത് ദേവാലയമായി മാറി. പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിച്ചത് ദൈവത്തിന് സന്തോഷത്തോടെ ദൈവകരങ്ങളിൽ സ്വീകരിച്ചുകൊണ്ട് അതിലേക്ക് യേശുവിനെ കൊടുക്കാൻ, ആ സാഹചര്യത്തിലേക്ക് യേശുവിന് ജന്മം നൽകാൻ തയ്യാറായാൽ അത് സ്വർഗീയ ഇടമായി മാറും, ആരാധനയുടെ ഇടമായി മാറും, ദേവാലയമായിട്ട് മാറും. മാത്രമല്ല, അത് രാജകീയ അവസ്ഥയിലേക്ക് അത് മാറുന്നു എന്ന് ഈ വചനഭാഗം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ആഗ്രഹിച്ച് ലഭിച്ചില്ല എങ്കിൽ പോലും നിരാശപ്പെടാതെ, ദുഃഖിക്കാതെ ദൈവകരങ്ങളിൽ നിന്ന് സന്തോഷത്തോടെ നാം സ്വീകരിച്ചുകൊണ്ട് അവിടേക്ക് ദൈവത്തെ കൊടുത്താൽ, യേശുവിനെ കൊടുത്താൽ, ആ സാഹചര്യത്തിലേക്ക് യേശുവിനെ കൊടുത്താൽ നമ്മുടെ ജീവിതവും അനുഗ്രഹപ്രദമായി മാറും. അതിനായി പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.